everybody, welcome to Taste Whistle. ഇന്ന് വെറൈറ്റി ആയിട്ടൊരു സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കിയാലോ. സ്പെയിൻകാരുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് നമുക്ക് കേരള സ്റ്റൈലിൽ ഉണ്ടാക്കാം. ഇതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: മുട്ട 4 എണ്ണം, 2 സവോള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, കുരുമുളക് പൊടി, ഉപ്പ്, 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് ക്യാബേജ്, വേവിച്ച ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, പിന്നെ എണ്ണയും. സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും ക്യാബേജും ആവശ്യത്തിന് ഉപ്പുമിട്ട് ഇളക്കി കൊടുക്കുക. ക്യാരറ്റും ക്യാബേജും വാടിയതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവോളയും ചേർത്ത് ഇളക്കുക. എന്നിട്ട് പാൻ മൂടി വയ്ക്കാം. നമ്മുടെ പച്ചക്കറിയെല്ലാം ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വേവിച്ച ഉരുളക്കിഴങ്ങും അരിഞ്ഞു വെച്ചേക്കണ തക്കാളിയും ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1.5 സ്പൂൺ കുരുമുളകും പൊടിയും ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കുരുമുളകും ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് വേവിച്ച പച്ചക്കറിയും ചേർത്ത് നന്നായി ഇളക്കുക. സ്റ്റൗ കത്തിച്ച് പാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മുട്ട വെജിറ്റബിൾ മിക്സ് ഇട്ട് കൊടുക്കാം. പാൻ അടച്ചു വയ്ക്കാം. തീ നന്നായി കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഏകദേശം 2 മിനിറ്റിന് ശേഷം ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കത് മറിച്ചിടാം. മറിച്ചിട്ട് ഒന്ന് വെന്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതുപോലെയുള്ള വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡിഷിന് ടേസ്റ്റ് വിസിൽ സബ്സ്ക്രൈബ് ചെയ്യുക.